എടാ ജുബാസ്റ്റിയ, എന്തൊക്കെയല്ലേ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നല്ലേ? ഓ, ആ ഹാഷിർ ഇപ്പം തുമ്മി കാണും. തനിക്ക് എന്താ വേണ്ടേ? ഐശി, നീ അപ്പം ഇത് അറിഞ്ഞിട്ടേ ഇല്ല. അതെങ്ങനെ, ഏത് നേരം ഇൻസ്റ്റാഗ്രാമും തോണ്ടിയിരിപ്പല്ലേ. അല്ല, എന്നിട്ട് നീ അറിഞ്ഞില്ലേ? കുറേ നേരമായല്ലോ വറു 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 എന്ന് പറയാൻ തുടങ്ങിയിട്ട്. ഇനിയെങ്കിലും എന്താണെന്നൊന്ന് പറയാമോ? ഓ എൻ്റെ പൊന്നട ഉവേ, ഇപ്പം എവിടെ നോക്കിയാലും MDMA, മയക്കുമരുന്ന്, കൊലപാതകം, വയലൻസ്, ഓ മ്ലേച്ഛം. അതൊക്കെ ഞങ്ങൾ 90s കിഡ്സ് എന്ത് നല്ല ഡീസൻറ്റ് പിള്ളേരാണെന്നറിയോ? ഏത് കഴിഞ്ഞ കരോളിന് ഏതാണ്ട് മാട്ട റമ്മും അടിച്ചുകൊണ്ട് വന്നിട്ട് ഏതോ വീട്ടിൽ ഏതോ കുട്ടിക്കുരുപ്പിൻ്റെ കയ്യിലിരിക്കുന്ന വെള്ളം ചീറ്റിക്കുന്ന ഗണ്ണും തട്ടിയെടുത്തുകൊണ്ട് വന്നിട്ട് അതിൽ നിന്ന് കൊമള വരുന്ന കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് മുങ്ങിയിട്ട് താൻ ആ ക്രിസ്മസ് പാപ്പയുടെ മൂട്ടിലും ചൂട്ടിലും എല്ലാം വെള്ളം ചീറ്റിച്ച് നടന്നിട്ട് അബല്ലാത്ത ജാതി ഇവിടെ ഇല്ലാത്ത ജാതി എന്നുള്ള പാട്ടും പാടിക്കൊണ്ട് താൻ അവിടെ കിടന്ന് കാണിച്ച കോപ്രായങ്ങളൊക്കെ എനിക്ക് അറിയാം കേട്ടോ. ആ താൻ എന്നെ പഠിപ്പിക്കല്ലേ. അല്ല, അത് പിന്നെ കുടിക്കുന്ന പോണക്കാണ് MDMA ഒക്കെ. ഓ ചേടാ, ഇനി അങ്ങനെ പറ. കുടിച്ചു കഴിഞ്ഞാലേ വയറ്റിൽ കിടക്കണം, അല്ലാതെ വെല്ലവൻ്റെ നെഞ്ചത്തോട്ട് കയറാൻ പോകരുത്. എന്നിട്ട് ഇവിടെ നീ ന്യായം പറയും. പിന്നെ അത് മാത്രമല്ല, എല്ലാം 2Kക്കാരുടെ മാത്രം കുഴപ്പമാണെന്ന് പറയരുത്. ഈ കാര്യത്തിൽ 90s കണക്കാ 2K കണക്കാ. അവരൊക്കെ വളർന്നു വരുന്ന പിള്ളേരല്ലേ, ഇവരെയൊക്കെ ചേർത്ത് നിർത്തണം. നിങ്ങൾ ഈ കൊച്ചു പിള്ളേരെയൊക്കെ കണ്ടിട്ടില്ലേ മനുഷ്യ? അവർ ഈ കൊച്ചു പിള്ളേരിങ്ങനെ ഈ തീയൊക്കെ കാണുമ്പോൾ ഹായ് എന്ന് പറഞ്ഞിട്ട് അതൊക്കെ പിടിക്കാൻ ചെല്ലും. അതൊക്കെ അറിയാവോ ഇതേ തൊട്ട് കഴിഞ്ഞാൽ കൈ പൊള്ളുമെന്ന് എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ഈ പിള്ളേരെ ഡ്രഗ്സിലേക്കൊക്കെ അട്രാക്റ്റ് ചെയ്യിപ്പിക്കുന്ന തരത്തിലുള്ള പല മാനസിക അവസ്ഥകളും സാഹചര്യങ്ങളും നമുക്കിടയിലുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കി അവരെ അതിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി അവരെ ചേർത്ത് നിർത്തണം. അപ്പോഴേ ഉള്ളൂ നമുക്ക് അവരെ സേവ് ചെയ്യാൻ പറ്റൂ. അതിന് വേണ്ടി തന്നെ അപ്പോൾ അവർക്ക് ബോധവൽക്കരണം കൊടുക്കാൻ വേണ്ടി നമുക്ക് ഇവിടെ നിയമപാലകരുണ്ട്, നിയമമുണ്ട്, അധ്യാപകരുണ്ട്, നമ്മൾ സമൂഹമുണ്ട്. ഇതെല്ലാവരും ഒരുമിച്ച് നിൽക്കണം. ഇവിടെ മതവും ജാതിയും ഒന്നും നോക്കാതെ നമ്മളെല്ലാവരും ഒരു ഒറ്റക്കെട്ടായിട്ട് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സംഭവം ഇവിടെ നിന്ന് ഓടിച്ചു വിടാൻ പറ്റും നമുക്ക്. അല്ലാതെ നമ്മൾ ചുമ്മാ നിങ്ങൾ 90s എങ്ങനെയാണ്, ഞങ്ങൾ 2Kക്കാരല്ലേ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ എന്തിനും ഇവനൊരു വേർതിരിവ്. ജസ്റ്റ് തിങ്ക് മാൻ. ഓ, കേൾക്കാനൊക്കെ കൊള്ളാം, നന്നായാൽ മതിയായിരുന്നു. കൊള്ളാം. ഇപ്പം എങ്ങനെ ഇരിക്കുന്നു?